കാര്യം നേരത്തെ ഫോൺ എടുത്തോണ്ട് നിൽക്കുകയാണ്, എന്തോ അവിടെ നടക്കാൻ പോവാണ്, എനിക്ക് ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഫോൺ പിടിച്ച് നിൽക്കുന്നത്. വെറും റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഇത് വളരെ മോശം ഇതായിപ്പോയി. കാര്യം ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ കോടതി എന്ന് പറയുന്നത്. എല്ലാവരും ക്ലച്ച് പിടിച്ച് പോകുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് കയറി റീച്ച് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷെ പണി വാളിപ്പോയി. ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പണി കിട്ടുക തന്നെ വേണം, ശിക്ഷ കിട്ടുക തന്നെ വേണം. നമസ്കാരം. നമ്മൾ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവം, ദീപക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു മരണം. എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച്? എൻ്റെ അഭിപ്രായം, ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. കാര്യം നമ്മൾ എത്ര ഇനി ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്. അവിടെ പ്രൈവസി ചോദ്യം ചെയ്തിട്ട്, ഒന്നാമത്തെ കാര്യം പ്രൈവസി ചോദ്യം ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തു വീഡിയോ എടുത്തത് ശരിയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത്രത്തോളം ഒരു സംസാരം, കാര്യം സത്യാവസ്ഥ ഫസ്റ്റ് റിയാക്ട് ചെയ്യുകയായിരുന്നു വേണ്ടത്. അതിനുശേഷം അതിൻ്റെ ബാക്കിയായിട്ട് വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. സത്യസന്ധമായിട്ട് ചെയ്യുന്നവരെയും കൂടെ ഇനിയിപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ആ വീഡിയോയിൽ കുറച്ച് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്തെന്ന്. എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയത്തില്ല. ഒറ്റ മോനാന്ന് പറയുന്ന ചിലപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ഒരേ ഒരു അത്താണി ആകാം ആ മനുഷ്യൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ്, ആ ഫാമിലിനെ എങ്ങനെ മുമ്പോട്ട് പോകും, ആ വീട്ടിലെ മക്കളുടെ അവസ്ഥ, വീട്ടിലുള്ളവർ, അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട്. വെറും റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഇത് വളരെ മോശം ഇതായിപ്പോയി. കാര്യം വ്യക്തിയുടെ ജീവിതത്തെ ചൂഷണം ചെയ്യുന്നതിനോട് എനിക്ക് ഒരു നല്ല അഭിപ്രായം, വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവൻ വെച്ചിട്ടാണ് ഈ പറയുന്ന കണക്ക്, ആ പറയുന്ന ഷിംജിത അങ്ങനെ എന്തോ വലിയ കുട്ടിയുടെ പേര്, അപ്പൊ അവള് നല്ല മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കാണിച്ചത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കണം. സപ്പോസ് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനെ പ്രതികരിക്കാം, വിഷ്വൽസ് എടുക്കാം. ബസ്സിൽ വെച്ച് തന്നെ പ്രതികരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് അത് എടുത്തെങ്കിൽ തന്നെ ആ വീഡിയോ എടുത്തതിന് ശേഷം കണ്ടക്ടറിനെ ആയാലും ആ പറയുന്ന പോലീസിനെ ആയാലും നമുക്ക് ലീഗലി അതിന് മൂവ് ചെയ്യാലോ. ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ കോടതി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ വീഡിയോ എടുക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ബാക്കി റീച്ചിന് വേണ്ടിയിട്ടോ ആവരുത്. ഒരു ജീവനല്ലേ പുള്ളിയുടെ. പെൺകുട്ടി ചെയ്തതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ഇതുപോലത്തെ പല കാര്യങ്ങളും ബസ്സിൽ അനുഭവിക്കുന്നത് കൂടിയാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കതിൽ ശരിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അഥവാ ശരി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ലീഗലി മൂവ് ചെയ്യായിരുന്നു, അവിടെ ആൾക്കാരുണ്ട്, പറയാമായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണുമ്പം മനസ്സിലാവുന്ന കാര്യം നേരത്തെ ഫോൺ എടുത്തോണ്ട് നിൽക്കുകയാണ്, എന്തോ അവിടെ നടക്കാൻ പോവാണ്, എനിക്ക് ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഫോൺ പിടിച്ച് നിൽക്കുന്നത്. അത് ഭയങ്കര മോശമൊരു കാര്യമാണ്. അല്ല, ഒരു പ്രാവശ്യം മാറാമായിരുന്നു. നമ്മളെല്ലാരും അങ്ങനെ അബദ്ധത്തിൽ തട്ടാം, നമുക്ക് മാറാം. ഇത് ആ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഒരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, ഒന്ന് പോയി അടുത്ത വന്നു വീണ്ടും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആദ്യമേ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പണി കിട്ടുക തന്നെ വേണം. ഇപ്പം സോഷ്യൽ മീഡിയയിലാണേലും എവിടെയാണേലും ഒരു മെയിലാണ് ചെയ്തതെങ്കിൽ അയാളെ ഇട്ട് ടോർച്ചർ ചെയ്ത് ജയിലിൽ കയറ്റണം, അവരെ ഞങ്ങളുടെ കയ്യിൽ തരും, ഞങ്ങൾ കൊല്ലാമെന്ന് പറയുന്ന ഒരു ടീംസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെയുള്ളൂ പെണ്ണും. ആരായാലും പെണ്ണാണ് തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടണം തന്നെയാണ്. അതെ, ശിക്ഷ കിട്ടുക തന്നെ വേണം. ഇതില് തെറ്റ് ചെയ്ത ആൾക്ക് എന്തായാലും ശിക്ഷ കിട്ടണം. പിന്നെ സോഷ്യൽ മീഡിയ ഇത് ഹാൻഡിൽ ചെയ്ത രീതിയും കുറച്ച് കൈവിട്ടു പോയി. അതുകൊണ്ടാണ് അയാൾ സൂസൈഡിലേക്ക് എത്തിയത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിചാരണ നടത്താതെ അതിനെ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് അപ്രോച്ച് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് പ്രതികരിക്കാം. ഇങ്ങനെ വീഡിയോ എടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവിടെ വെച്ച് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. റീച്ച് തന്നെയാണ്. നമുക്ക് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി, വികൃതി, അങ്ങനെ പല സിനിമകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ റിയാലിറ്റിയിൽ അതുപോലെ വരുന്നത് പോലുണ്ട്. വളരെ സങ്കടമാണ് തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനോ അനിയനോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമം അതേ വിഷമം തന്നെയായിരിക്കും അയാളുടെ വീട്ടിലുള്ള അമ്മയ്ക്കും ഇനിയിപ്പോൾ സഹോദരിമാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കും നേരിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അയാൾ സൂയിസൈഡ് ചെയ്യാനും, മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടായിരിക്കും അയാളും സൂയിസൈഡ് ചെയ്തത്. വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ പെൺകുട്ടി ആദ്യമേ വേറൊരു ആംഗിളിൽ എടുത്തു, അപ്പൊ അതിനകത്തൊന്നും കാണുന്നില്ല. പിന്നീട് അത് വീണ്ടും അടുത്ത് ചെന്നിട്ട് ആ കുട്ടി തന്നെ അടുത്തോട്ട് ചെന്നിട്ട് വീണ്ടും ആംഗിളിൽ എടുക്കുകയാണ്. വേണമെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറാം. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അതെ, അത് പ്രത്യേകിച്ചും റീൽ ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ആ കുട്ടി അവിടെ ചെന്നത് ചെയ്തത്. അതിന് ആ കുട്ടിയുടെ ഭാഗത്ത് ഒരു ശരിയുമില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാൾ തെറ്റുകാരനല്ല എന്നുള്ളത്. അതേപോലെ അയാൾ അതിൽ നിന്ന് നോക്കുന്നുണ്ട്, ക്യാമറ ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. എന്നിട്ടും അയാൾ മാറിപ്പോകുന്ന പോലെ നിന്നിട്ടും അടുത്തോട്ട് ചെന്നിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. വേണമെങ്കിൽ ആദ്യമേ പറയായിരുന്നു, അവിടെ നിന്ന് കണ്ടക്ടേഴ്സിൻ്റെ അടുത്ത് പറയായിരുന്നു, അല്ലെങ്കിൽ കൂടെ ഉള്ളവരുടെ അടുത്ത് പറയായിരുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കായിരുന്നു, മാറി നിൽക്കുമെന്ന് അല്ലെങ്കിൽ സ്വയം മാറായിരുന്നു. അത്ര വലിയ തിരക്കുള്ള ബസ്സായിട്ട് തോന്നിയില്ല.
കുട്ടിക്ക് തന്നെ മാറി നിൽക്കായിരുന്നു. എന്നിട്ടും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് തന്നെയാണ് അത് ചെയ്തത്. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന കണക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കയറി പൊങ്കാല ഇടുന്ന കണക്കായി പോകത്തില്ല. ഞാനും അങ്ങ് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഒരു ലീഗൽ സിസ്റ്റം, നമുക്ക് കൃത്യമായിട്ട് ഓടുന്ന ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അർഹിക്കുന്ന ശിക്ഷകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടണം എന്നുള്ളതാണ്.